ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മളുടെ ഇഗ്നോയുടെ ഹാൾ ടിക്കറ്റ്, അതായത് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും പോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ എല്ലാം നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഹാൾ ടിക്കറ്റ് നമുക്ക് വേറൊരു സൈറ്റിൽ പോയിട്ടാണ് എടുക്കേണ്ടത്. സാധാരണയായി നമുക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇഗ്നോയുടെ സ്റ്റുഡൻസ് പോർട്ടലായിട്ടുള്ള igno.samarth.edu.in എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ടാണ് നമ്മുടെ ഈ ഒരു ഹാൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടൈപ്പ് ചെയ്താൽ ഇതുപോലെ ഉണ്ടാവുക. അതിൽ സമർത്ത് ഇഗ്നോ എന്നുള്ളത് കാണാം. അതാണ് ഒഫീഷ്യൽ പേജ് എന്ന് പറയുന്നത്. ആ ഒരു ഒഫീഷ്യൽ പേജ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യുമ്പോഴും ഇത് തന്നെയായിരിക്കും നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡൻസ് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്തിട്ട് വേണം നമുക്ക് നമ്മളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സൈറ്റ് നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും, കാരണം നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു സൈറ്റ് ഉപയോഗിച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ കൊടുക്കേണ്ടത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറാണ്. അതിന് താഴെയായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ്, അതിന് താഴെ ക്യാപ്ച കാണാം. ആ ഒരു ക്യാപ്ചയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ക്യാപ്ച ഇങ്ങനെ മാറി മാറി വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് ഓർമ്മയില്ല എന്നാണെങ്കിൽ ഇവിടെ റീസെറ്റ് പാസ്വേഡ് എന്ന് കാണാം. ആ ഒരു ഭാഗത്ത് റീസെറ്റ് പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു എൻറോൾമെൻറ്റ് നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതിൻ്റെ താഴെയുള്ള ക്യാപ്ചയും കൂടി കൊടുക്കുന്നുണ്ട്. ക്യാപ്ച നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ക്യാപ്ചയ്ക്ക് വേണ്ടിയിട്ട് ആ ക്യാപ്ചയിൽ തന്നെ ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്ച മാറി കിട്ടും. ഇതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ എൻറോൾമെന്റ് നമ്പർ ഉണ്ടാവും. അതിന്റെ താഴെയായിട്ട് നമുക്ക് മെനു എന്ന് കാണാം. ആ താഴെയായിട്ട് നമ്മുടെ ഏതാണോ കോഴ്സ് അതിന്റെ ഡീറ്റെയിൽസും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും മുകളിലുള്ള മെനുവിന് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് കാണാം ഡാഷ്ബോർഡ്. അതിൻ്റെ ഒക്കെ താഴെയായിട്ട് നമുക്ക് കാണാം എക്സാമിനേഷൻ എന്നുള്ളത്. ആ ഒരു എക്സാമിനേഷന്റെ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാവുക. നമ്മളുടെ റെഫറൻസ് നമ്പർ, പ്രോഗ്രാം, എക്സാമിനേഷൻ ടൈപ്പ്, നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ഏത് ടേമാണ് എക്സാം എഴുതുന്നത് അതും അവിടെ ഇൻക്ലൂഡ് ആയിരിക്കും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ആക്ഷൻ എന്ന് കാണാം. ഒരു ആക്ഷൻ എന്നുള്ള ഭാഗത്തായിട്ട് വ്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഹാൾ ടിക്കറ്റിൻ്റെ പകർപ്പ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഹാൾ ടിക്കറ്റ് ഉണ്ടാവുക. ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫോട്ടോയും അതുപോലെ തന്നെ ഒരു QR കോഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടായിരിക്കും, പ്രോഗ്രാം കോഡ്, പ്രോഗ്രാമിൻ്റെ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, നമ്മുടെ എക്സാം സെൻറ്റർ എവിടെയാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ്. അതായത് ഈ ഒരു ഭാഗത്താണ് നിങ്ങൾ ഏത് എക്സാം സെൻറ്റർ ആണോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നത്. കാരണം അവിടെയുള്ള സീറ്റിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ടായിരിക്കും നമുക്ക് എക്സാം സെൻറ്റർ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഏതാണ് നിങ്ങളുടെ സെൻറ്റർ എന്ന് കൃത്യമായിട്ട് ഇവിടെ ആദ്യം തന്നെ നോക്കി വെക്കേണ്ടതുണ്ട്. ചില ആൾക്കാർക്കൊക്കെ ഈ ഒരു എക്സാം സെൻറ്റർ ചിലപ്പോൾ മാറിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ നിങ്ങളുടെ ഫോട്ടോ ഇല്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ അവിടെ ഒട്ടിക്കുക. അതിനുശേഷം അവിടെ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് നമ്മുടെ എത്ര എക്സാം ആണോ നിങ്ങൾ എഴുതുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ എക്സാമിൻ്റെ പേര്, ഏത് ടൈമാണ് നിങ്ങളുടെ എക്സാം ഉള്ളത്, അതിൻ്റെ ഡേറ്റ്, കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരിക്കുക. ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. നമ്മളുടെ എക്സാമിൻ്റെ ടൈം എപ്പോഴാണ്, അതായത് ഈവനിങ് ആണോ വരുന്നത്, രാവിലെ ആണോ വരുന്നത്, അതുപോലെ തന്നെ എത്ര സമയമാണ് നമ്മുടെ എക്സാമിനുള്ളത്, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്ത് ടൈപ്പിലുള്ള എക്സാം ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് അതും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തെടുത്ത് വെക്കുക. ഈ ഒരു സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്കോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പേജ് മാത്രമാണ് നമുക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ളത്. ആ ഒരു പേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ കുറേ ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്